ജീവിതശൈലി രോഗം എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കാശുള്ളവൻ്റെ പണ്ട് കുറച്ച് തമാശയിൽ കൊണ്ട് പറയുകയാണ്, കാശുള്ളവനുള്ള രോഗമാണ് ഷുഗർ, പ്രഷർ എന്നൊക്കെ പറഞ്ഞത്. അതായത് നമ്മൾ നന്നായി ഫുഡ് കഴിച്ചു, നമ്മൾ നന്നായി ഇതാകുന്നതുകൊണ്ട് ഒരു നോർമലി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞത്. പണ്ട് കാലത്തൊന്നും ഈ ജീവിതശൈലി രോഗങ്ങൾ അത്രയും ഉണ്ടായില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിലാണെങ്കിലും എന്ത് കാര്യത്തിലെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, ഇപ്പോൾ ആഫ്റ്റർ കോവിഡ് എന്ന് പറയാനുള്ള കാരണം, കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും ജോലിക്ക്, കാരണം ലോക്ക്ഡൗൺ ആയിരുന്നു, കുറേ ആൾക്കാർ വീട്ടിൽ തന്നെയായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ആയിട്ട് നമ്മൾ കുറച്ച് 30 വയസ്സ് നമ്മൾ വീട്ടിൽ കുറേ പേര് ഒത്തിരി നാൾ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ യൂട്യൂബൊക്കെ തുറന്നു നോക്കിയപ്പം പല രീതിയിലുള്ള ഫുഡ് വ്ളോഗ്സ് ഒക്കെ കണ്ടു. അപ്പം നമ്മൾ ഒരുപാട് ഫുഡുകൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട്, അതായത് അൺഹെൽത്തി ആയിട്ടാണ് പല സാധനങ്ങൾ കൊണ്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ജീവിതശൈലിയിലുണ്ടായ, അതായത് ഫുഡ് ഹാബിറ്റ്സും അതുപോലെ തന്നെ എക്സസൈസ്, അതൊന്നും ശരിയായ രീതിയിൽ പോകാതെ വന്നപ്പം ആഫ്റ്റർ കോവിഡ് ഒരു വൻ തോതിലുള്ള NCD പേഷ്യൻസ് കൂടെ, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഷുഗറിനും പ്രഷറിനും മാത്രം നിൽക്കുന്നതല്ല, നമ്മുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും, ഈവൻ ക്യാൻസർ ആണെങ്കിലും അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് ആണെങ്കിലും എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നമ്മളെന്തോ ശരിയായി ചെയ്യേണ്ടാതെ വന്നതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഫുഡ്, സമീകൃത ആഹാരം, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ രീതിയാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിൽ നമ്മുടെ ആരാണ് നടൻ മമ്മൂട്ടി ഒരു വീഡിയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മരുന്ന് പോലെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കഴിക്കേണ്ട കുറച്ച് മാത്രമാണ് കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറിൻ്റെ അളവ് കുറവും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കൂടുതൽ വേണം കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യണം. അതുപോലെ ജീവിതശൈലിയിൽ നമ്മൾ അതുപോലെ തന്നെ ഉറക്കം, 8 മണിക്കൂർ ഉറക്കം, ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് അസുഖങ്ങൾ കുറഞ്ഞു വരും. ഈ 30 വയസ്സിന് താഴെ വരെ നമ്മൾ ഉറക്കമില്ലായ്മയും, അതായത് ഇപ്പോൾ ഉള്ള കാലഘട്ടത്തിൽ എല്ലാവരും മിക്കവാറും 30 വയസ്സ് കഴിയുമ്പോൾ മിക്കവർക്കും തന്നെ ജീവിതശൈലി ഷുഗറൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മൾ 25, 23, 24 വയസ്സുള്ള കുട്ടികളൊക്കെ രാത്രി 2 മണി 3 മണി വരെ ഫോണിൽ ഓൺലൈനിലാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി നമുക്ക് ഷുഗർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ശരിയായ ഉറക്കവും ഭക്ഷണവും നമ്മുടെ വ്യായാമവും എല്ലാം ഇതിൽ പങ്കാളിയാണ്. എങ്കിൽ മാത്രമാണ് ജീവിതശൈലി രോഗത്തിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റുള്ളൂ.